ഹലോ ഗൈസ്. അപ്പോൾ ഇന്നെന്താ പരിപാടി? ഇന്നെൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഏട്ടൻ എന്നെ കണ്ണൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പയ്യാമ്പലി ബീച്ചിലോട്ടാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ എത്തിയിട്ടാണ് എൻ്റെ ഏട്ടൻ പറഞ്ഞത് നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന്. എൻ്റെ അടുത്ത് നടക്കുമോ സർപ്രൈസ്? എല്ലാം ചീറ്റിപ്പോയി. പക്ഷേ എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ ഏട്ടൻ എന്താണ് അവിടെ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചത്. അവിടെ പോയപ്പോൾ ശരിക്കും ഞാൻ സർപ്രൈസ്ഡ് ആയിപ്പോയി. കാരണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു 12 o'clock നൈറ്റ് ഇതേപോലെ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിപ്പോയി. അത് മാത്രമല്ല കേട്ടോ, എൻ്റെ ലൈഫിൽ ഞാൻ തിരഞ്ഞെടുത്ത ഏറ്റവും വലിയ എൻ്റെ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരുന്നു എൻ്റെ ഏട്ടൻ എന്ന് പറയുന്നത്. എൻ്റെ ഏത് ഹാപ്പി ഫേസിലായാലും സാഡ് ഫേസിലായാലും എൻ്റെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. നമ്മൾ പ്രണയിച്ച് കല്യാണം കഴിച്ചപ്പോഴും എനിക്ക് ഒരുപാട് ബോഡി ഷേമിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഒരുപാട് നെഗറ്റീവ്സ് അന്നും ഇന്നും എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞു ഗൈസ്, ഇനിയെങ്കിലും നിങ്ങൾ നിർത്തണം. പക്ഷേ ഞങ്ങളതൊന്നും കാര്യമാക്കുന്നില്ല. എൻ്റെ ഏട്ടൻ എന്നെ ഇപ്പോഴും ഹാപ്പി ആക്കാനേ നോക്കിയിട്ടുള്ളൂ. എൻ്റെ ആഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ എൻ്റെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ എൻ്റെ ഏട്ടൻ ഇപ്പോഴും നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഹാപ്പി ആയിരുന്നു ഗൈസ്. പറഞ്ഞ പോലെ നമ്മൾ വിശ്വസിക്കുന്ന മാറിപ്പോയില്ല. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് ഇവർ ഒരുപാട് സ്നോയും അങ്ങനെ എന്തൊക്കെയോ കഴിച്ചു വന്നിട്ട് എൻ്റെ ഒരു നല്ലൊരു ഡ്രസ്സ് ചീത്തയാക്കി കളഞ്ഞു ഗൈസ്. പിന്നെ ബർത്ത്ഡേയുടെ ഞാൻ ക്ഷമിച്ചു. ഇത് മാത്രമല്ല കേട്ടോ, കുറേ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു.